ശ്രേഷ്ഠ ഭാരതം മഹാഭാരതം. ഭവൻസ് വിദ്യാമന്ദിർ എളമക്കര കൊച്ചി. റെഡിയല്ലേ? അപ്പൊ രണ്ടുപേരും വന്നോളൂ. തുടങ്ങിക്കഴിഞ്ഞ പിന്നെ വേറെ സംശയമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ സമയം ആരംഭിച്ചു എന്ന് പറയുമ്പോൾ ഒരാൾ ഇത് തിരിക്കും, ആരാണെന്ന് മനസ്സിലാവും. പിന്നെ വേഗം 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 ഒരാൾ എടുത്തു കൊടുക്കുക, അത് കറക്റ്റായിട്ട് ചർച്ച ചെയ്ത് കൃത്യസമയത്തിൽ ഒട്ടിക്കുക. 30 സെക്കൻഡിൽ ഒട്ടിച്ച് തീർക്കാനാണ് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായിരിക്കണം നിങ്ങളുടെ ഒരു ടാർഗറ്റ്. 60 സെക്കൻഡാണ് ആകെ. അതെ, പക്ഷെ അതിൽ 30-നകത്ത് ശ്രമിക്കുക പരമാവധി. അപ്പോൾ തുടങ്ങാമല്ലേ സർ? തുടങ്ങാം. അപ്പോൾ നമ്മൾ 60 സെക്കൻഡാണ്. ആരംഭിക്കാം. അപ്പോൾ എളമക്കര കൊച്ചി, ഭവൻസ് എളമക്കര കൊച്ചി, നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. അൻപത് സെക്കൻഡ്സ്. യയാതി ഒട്ടിച്ചു, തുർവസു ഒട്ടിച്ചു, ശർമിഷ്ഠ ഒട്ടിച്ചു. 40 സെക്കൻഡ്സ് ബാക്കി. 35, 34 കഴിഞ്ഞോ? ഓക്കേ. അപ്പൊ നമുക്ക് 30 സെക്കൻഡിൽ നിങ്ങൾ ഏതായാലും അവസാനിപ്പിച്ചു അല്ലേ? ഇനിയിപ്പോൾ എത്രമാത്രം ശരിയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഏതായാലും പോയി നിന്നോളൂ. പിന്നെ നോക്കാം, പേടിക്കേണ്ട. ഉണ്ണീഷൻ സാർ കറക്റ്റായിട്ട് പറഞ്ഞുതരും. ഭവൻസ് എളമക്കര, പുരൂരവസ്, ഉർവശി, ആയുസ്, നഹുഷൻ, യയാതി ശരിയാണ്. ദേവയാനി, ശർമിഷ്ഠ രണ്ടാമത്തെ ഉത്തരം ശരിയാണ്. ദേവയാനി, യദു, തുർവസു അതും ശരിയാണ്. അനു അല്ലേ? അനു ആണോ? അനു ഉത്തരം ശരിയാണ്. ദുഷ്യന്തൻ, ശകുന്തള, ഭരത് ഉത്തരം പൂർണ്ണമായും ശരിയാണ്. അതും 30 സെക്കൻഡിനുള്ളിൽ. എത്ര സമയത്തിലാണ് നിങ്ങളത് തീർത്തത്? എത്ര മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? ഉണ്ണികൃഷ്ണൻ സാർ എത്ര മാർക്കാണ്? ഭവൻസ് എളമക്കര അവർക്ക് ലഭിച്ചിരിക്കുന്നത് 25 മാർക്ക്.